ത്വരീഖത്തിന്റെ മേഖലയിൽ പറയപ്പെട്ട പല മശായിഖന്മാരും ഇവിടെ ഉണ്ട്. അവരെ കുറിച്ച് പുനരാലോചന നടത്തണം. അത് എങ്ങനെ നടത്തണം? ഞാൻ ഒന്നിലേക്കും കടന്നു പോകുന്നില്ല. സമസ്ത തീരുമാനമെടുത്ത് ഒരുപാടുണ്ട്. ചോറ്റൂര്, അതേപോലെ കൊരൂര്, നൂരിഷ, അങ്ങനെ തുടങ്ങി ഒരുപാട്, ശംസിയ, ഇങ്ങനെ തുടങ്ങി ഈ പറയപ്പെട്ടതൊക്കെ പ്രത്യേക പേരിൽ അറിയപ്പെട്ടാലും ഒരു സമുദായം ആ പറയപ്പെട്ട ആളുകളൊക്കെ അള്ളാഹുവിന്റെ ഔലിയാക്കളാണെന്ന് വിശ്വസിച്ചവരും അംഗീകരിച്ചവരുമാണ്. അത് ആണോ അല്ലേ എന്നുള്ള തീരുമാനം കേവലം ഇങ്ങനെയുള്ള 40 ആൾക്കാരുടെ കൂട്ടായ്മ കൊണ്ട് തീരുമാനിക്കപ്പെടുന്നതല്ല. അതൊരിക്കലും ശരിയല്ല. ഞാൻ ചോദിക്കട്ടെ സഹോദരന്മാരെ, പരസ്പരം യോജിപ്പില്ലാത്ത എന്നാൽ സുന്നത്ത് ജമാഅത്തിന് വേണ്ടി പ്രവർത്തിക്കുന്ന ഈ 3 കേരളത്തിലെ സംഘടനകളും ഒരേ വിധത്തിൽ ഒരേ രീതിയിൽ നൂറിഷാ ത്വരീഖത്തിനെതിരെ ബോധപൂർവം വ്യാജമായ തീരുമാനമെടുക്കുമെന്ന് നിങ്ങൾ വിശ്വസിക്കുന്നുണ്ടോ? ഒരു നിമിഷം നിങ്ങൾ ആലോചിച്ച് നോക്കൂ. പിന്നെ ഈ തീരുമാനമെടുത്ത ആളുകൾ ആരാണ്? നാം ഒരു നിമിഷം ചിന്തിക്കട്ടെ. ഈ തീരുമാനമെടുക്കാൻ നായകത്വം നൽകിയ ആളുകൾ ആരൊക്കെയാണ്? എന്റെ പ്രിയപ്പെട്ടവരെ, ഇവിടെ സൂചിപ്പിച്ചല്ലോ, അഭിവന്ദരായ ശംസുൽ ഉലമ ഇ.കെ. ഉസ്താദ് നവ്വറല്ലാഹു മർഖദഹു മഹാനവറുകളാണ് ഈ ത്വരീഖത്തിന്റെ തീരുമാനമെടുത്തത്. അഭിവന്ദനായ ഉസ്താദ് അസാത്തീദ് റഈസുൽ മുഹഖഖീൻ കണ്ണിയത്ത് അഹമ്മദ് മുസ്ലിയാർ മഹാനവറുകളാണ് ഈ ത്വരീഖത്തിനെതിരെ തീരുമാനമെടുത്തത്. അഭിവന്ദനായ ശൈഖുന കോട്ടുമല ഉസ്താദാണ് ഈ ത്വരീഖത്തിനെതിരെ തീരുമാനമെടുത്തത്. അഭിവന്ദനായ പാണക്കാട് പൂക്കോയ തങ്ങളാണ് ഈ ത്വരീഖത്തിനെതിരെ തീരുമാനമെടുത്തത്. അഭിവന്ദനായ കെ അബൂബക്കർ അസ്ഹർ ഉസ്താദാണ് ഈ ത്വരീഖത്തിനെതിരെ തീരുമാനമെടുത്തത്. ഞാൻ ആ പട്ടിക നീട്ടി പറയുന്നില്ല. ആരാണ് ഇവർ നിങ്ങൾക്കറിയുമോ സഹോദരന്മാരെ? ആരാണ് ഈ മഹാന്മാർ? ഈ മഹാന്മാരെ കുറിച്ചാണോ നമ്മൾ സന്ദേഹിക്കുന്നത്? അവരുടെ കാര്യത്തിലാണോ നമ്മൾ സംശയം ഉന്നയിക്കുന്നത്? അവരൊക്കെ ഒരു കാര്യത്തിൽ തീരുമാനമെടുക്കണമെങ്കിൽ എത്ര സൂക്ഷ്മമായും സത്യസന്ധമായിട്ടുമായിരിക്കും തീരുമാനമെടുക്കുക. കാരണം അവരുടെയൊക്കെ ജീവിതം അത്രമാത്രം വിശുദ്ധമായിരുന്നു. മാത്രമല്ല, അവരൊക്കെ ഒരുമിച്ച് ഒരു തീരുമാനമെടുത്തിട്ടുണ്ടെങ്കിൽ ആ തീരുമാനമെടുക്കാൻ അവർക്ക് സാധിക്കണമെങ്കിൽ മുജാഹിദ് പ്രസ്ഥാനത്തെ പോലെ, ജമാഅത്തെ ഇസ്ലാമിയെ പോലെ, തബ്ലീഗിനെ പോലെ, ഖാദിയാനിയെ പോലെ, ചേകനൂരിന്റെ സംഘത്തെ പോലെ ഒരു സംഘമല്ലല്ലോ ത്വരീഖത്ത്. അതൊക്കെ ദീനിൽ പുതിയ പുതിയ കക്ഷികളാണ്. ത്വരീഖത്ത് സമസ്ത കേരള ജംഇയ്യത്തുൽ എതിർക്കുന്നതല്ല, സുന്നത്ത് ജമാഅത്ത് എതിർക്കുന്നതല്ല. ഇസ്ലാമിക ലോക ചരിത്രം പരിശോധിച്ചാൽ എന്നും എക്കാലവും സുന്നത്ത് ജമാഅത്തിന്റെ പണ്ഡിതന്മാർ ത്വരീഖത്തിനെ അംഗീകരിച്ചു എന്ന് മാത്രമല്ല, ത്വരീഖത്തിനെ ആദരിക്കുകയും ത്വരീഖത്തിൽ പങ്കെടുക്കൽ ഒരു പുണ്യകർമ്മമായി കണക്കാക്കുന്നവരുമാണ് സുന്നത്ത് ജമാഅത്തിന്റെ പണ്ഡിതന്മാർ. ആ പണ്ഡിതന്മാർ പുണ്യകർമ്മമായി കണക്കാക്കുന്ന ഒരു വലിയ കാര്യത്തെക്കുറിച്ച് അങ്ങനെ അന്ധമായി അതിനെതിരെ ഈ സമസ്തയുടെ സമുന്നതരായ സാരഥികൾ, ഈ മുത്തഖീങ്ങളും സ്വാലിഹീങ്ങളുമായ ആലിമീങ്ങൾ തീരുമാനമെടുക്കുമോ? കേരളത്തിൽ തന്നെ നമ്മൾ ഇപ്പറഞ്ഞ തീരുമാനമെടുത്ത പണ്ഡിതന്മാർ ഉൾപ്പെടെയുള്ള, ഇന്ന് നമ്മുടെ ജീവിച്ചിരിക്കുന്ന പണ്ഡിതന്മാർ ഉൾപ്പെടെയുള്ള മഹാന്മാരൊക്കെ ഏതെങ്കിലും തരത്തിൽ ഏതെങ്കിലും ത്വരീഖത്തുകളുമായി ബന്ധപ്പെട്ടവരാണ്. കേരളത്തിൽ തന്നെ എത്ര ത്വരീഖത്തുകളുണ്ട്? ലോകത്ത് തന്നെ അറിയപ്പെട്ട എത്ര ത്വരീഖത്തുകൾ എല്ലാം സുന്നത്ത് ജമാഅത്ത് അംഗീകരിക്കുന്നതാ. ഖാദിരിയ്യ ത്വരീഖത്ത്, റിഫായിയ്യ ത്വരീഖത്ത്, സുഹർവർദിയ്യ ത്വരീഖത്ത്, ഷാദിലിയ്യ ത്വരീഖത്ത്, നഖ്ശബന്ദിയ്യ ത്വരീഖത്ത്, ചിശ്തിയ്യ ത്വരീഖത്ത്, അംഗീകൃതമായ മനുഷ്യനെ സംസ്കരിച്ച് സമുന്നതനാക്കി അള്ളാഹുവിലേക്ക് അടുപ്പിക്കാൻ പര്യാപ്തമായ യഥാർത്ഥ ത്വരീഖത്തുകൾ ലോകത്തെമ്പാടുമുണ്ട്. കേരളത്തിലും അത്തരം ത്വരീഖത്തുകളുമായി ബന്ധപ്പെട്ട ദിക്റുകളും വിറുതുകളും കൊണ്ടു നടക്കുന്ന ഒരുപാട് മഹാന്മാർ, അതിന് നേതൃത്വം കൊടുത്തിരുന്ന ഒരുപാട് മശായിഖ്മാർ നമ്മുടെ കേരളത്തിൽ കഴിഞ്ഞു പോയിട്ടുണ്ട്. എന്റെ പ്രിയപ്പെട്ടവരെ, മഹാനായ ചാവക്കാട് ഹിബത്തുള്ള തങ്ങൾ വലിയ മഹാനായിരുന്നു. മഹാനായിരുന്ന കക്കിടിപ്പുറം അബൂബക്കർ മുസ്ലിയാർ, മഹാനായ ചാപ്പനങ്ങാടി ബാപ്പു മുസ്ലിയാർ, മഹാനായ ഞണ്ടാടി അബൂബക്കർ മുസ്ലിയാർ, മഹാനായ ആലുവായി അബൂബക്കർ മുസ്ലിയാർ, മഹാനായ പീരാനൗലിയപ്പാപ്പ, ഈ നാട്ടുകാർക്ക് സുപരിചിതനാണ് അദ്ദേഹം. മഹാനായ അയൽക്കാട് സിറാജുദ്ദീൻ ഖാദിരി, വലിയങ്കോട് മുഹമ്മദ് സാലിഹ് മൗല നവ്വറല്ലാഹു മറാഖിദഹും, അവരുടെയൊക്കെ കബറിടങ്ങൾ അള്ളാഹു വിശാലമായി കൊടുക്കുമാറാകട്ടെ. അവരൊക്കെ ത്വരീഖത്തുമായി ബന്ധപ്പെട്ട ദിക്റുകളും വിറുതുകളും കൊടുക്കുന്ന മഹാന്മാരായിരുന്നു. അതൊക്കെ സ്വീകരിച്ചവരാണ് നമ്മുടെ മുഴുവൻ ആലിമീങ്ങളും ബന്ധപ്പെട്ട പണ്ഡിതന്മാരും. അപ്പോൾ സമസ്ത കേരള ജമിയത്തുൽ ഉലമയുടെ മുൻഗാമികളാകുന്ന മഹാന്മാരും ഈ കാലത്ത് നേതൃത്വം കൊടുക്കുന്നവരൊക്കെ ത്വരീഖത്തുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്നവരാണ്. എല്ലാവർക്കും ഷെയ്ഖന്മാരുണ്ടാകും, എല്ലാവർക്കും ദിക്റും കാര്യങ്ങളൊക്കെ ഉള്ളവർ തന്നെയാണ്. അതേ സമയത്ത് ആ സംഗതി ത്വരീഖത്ത് എന്ന് കേൾക്കുമ്പോഴേക്ക് എതിർക്കപ്പെടേണ്ട സംഗതി സമസ്ത കേരള ജമിയത്തുൽ ഉലമയ്ക്കില്ല. അതുകൊണ്ടാണ് ഇവിടെ നൂറിഷ ത്വരീഖത്ത് വന്നപ്പോൾ പോലും
ആദ്യ കാലഘട്ടത്തിൽ എതിർക്കാത്തത്. എന്റെ പ്രിയപ്പെട്ടവരെ, അതുകൊണ്ട് തന്നെയല്ലേ പ്രഥമ ഘട്ടത്തിൽ നൂർഷാ ത്വരീഖത്തിനെ എതിർക്കാൻ, നൂർഷാ തങ്ങളെ എതിർക്കാൻ സമസ്ത കേരള ജംഇയ്യത്തുലമയുടെ പണ്ഡിതന്മാർ തയ്യാറായിട്ടില്ലല്ലോ. മറിച്ച് കൃത്യമായി വസ്തുതാപരമായി വിശകലനം ചെയ്തപ്പോൾ നൂർഷാ തങ്ങളുടെ ത്വരീഖത്ത് സുന്നത്ത് ജമാഅത്തിന്റെ ചട്ടങ്ങൾക്കും നിയമങ്ങൾക്കും ഇസ്ലാമിക തത്വങ്ങൾക്കും എതിരാണ് എന്ന് വസ്തുതകളുടെ അടിസ്ഥാനത്തിൽ കൃത്യമായി ബോധ്യപ്പെട്ട ശേഷം മാത്രമാണ് സമസ്ത കേരള ജംഇയ്യത്തുലമ തീരുമാനമെടുത്തിട്ടുള്ളത്. കേട്ടല്ലോ, വളരെ വ്യക്തമായി കൃത്യമായി ഇവർക്ക് ദലാലത്തിൻ്റെ വഴിയിലാണെന്ന് മനസ്സിലാക്കിയതിന് ശേഷമാണ് ജമിയത്തുൽ ഉലമ തീരുമാനം എടുത്തിട്ടുള്ളത്. ഇനി ചില പമ്പേസിനെ പോലുള്ള മൗലവിമാർ പറയാറുണ്ട്, ചില അവിടെയും ഇവിടെ കേൾക്കുന്ന ചില ത്വരീഖത്തിൻ്റെ ആളുകളെയൊക്കെയും ബഹുമാനപ്പെട്ട CM വലിയുള്ളാഹിയൊക്കെ അംഗീകരിച്ചിരുന്നു, അങ്ങോട്ട് പോകാൻ പറയുമായിരുന്നു എന്നൊക്കെ. അതിനും കൂടി അമ്പലക്കടവ് ഫൈസി വ്യക്തമായി മറുപടി ഉണ്ട്, നമുക്ക് കേട്ടോക്കാം. CM മടവൂർ വലിയുള്ള പറഞ്ഞത്രേ നൂർഷാ ഹക്കാണ്, നൂർഷാന്റെ ത്വരീഖത്ത് ഹക്കാണ്, കള്ള പ്രചരണം. മഹാനായ മടവൂർ വലിയുള്ളതിനെ കുറിച്ച് എനിക്കറിയാം. ശംസുലമയുടെ ഇഷ്ട ശിഷ്യനാ മടവൂർ വലിയുള്ള. ശംസുലമയുടെ മഹാനായ മടവൂർ ജീവിച്ചിരിക്കുന്ന കാലത്ത് കോഴിക്കോട് ഓരോ ആണ്ടിലും പ്രത്യേക നേർച്ച ഉണ്ടാക്കാറുണ്ട്. ആ നേർച്ചന്റെ ഓരോ പാക്കറ്റ് ഭക്ഷണം ആദ്യം ശംസുലമയുടെ വീട്ടിലേക്ക് കൊടുത്തയച്ചിട്ട് ഭക്ഷണം വിതരണം ചെയ്യാൻ മഹാനായ മടവൂർ വലിയുള്ള അനുവദിക്കുമായിരുന്നല്ലോ. ആ ശംസുലമല്ലേ ത്വരീഖത്തിന് തീരുമാനമെടുത്തത്? തന്റെ അഭിമന്യനായ ഉസ്താദ് തീരുമാനമെടുത്തിട്ട് ആ തീരുമാനത്തിന് മഹാനായ CM മടവൂർ എതിരാണെങ്കിൽ മടവൂർ തുറന്നു പറയില്ലേ? ആരോടെങ്കിലും പറയില്ലേ? പറഞ്ഞിട്ടില്ലല്ലോ. വഫാത്തായി പോയ മടവൂരിന്റെ പേര് കള്ളം പ്രചരിപ്പിക്കുകയോ? ഇപ്പോൾ പമ്പേസിന് തൃപ്തിയായല്ലോ. പമ്പേസിനെ പോലുള്ള ആൾക്കാരാണ് CM വലിയുള്ളതിൻ്റെ പേരിൽ പച്ച നുണ പറഞ്ഞുകൊണ്ടിരിക്കുക. അതിന് വളരെ വ്യക്തമായ നിലയ്ക്ക് ഖണ്ഡനം കൊടുക്കുകയാണ് വർഷങ്ങൾക്ക് മുമ്പ് ആര് ബഹുമാനപ്പെട്ട അമ്പലക്കടവ് ഫൈസി, എല്ലാവർക്കും തിരിയുന്ന ഭാഷയിൽ. ഇപ്പോൾ ഈ കാര്യത്തിൽ ഒരൊറ്റ കാര്യം പമ്പേസിനും തുറയൂരിനും അതുപോലെ ഒതുക്കുങ്ങല നൗഷോദിനുള്ളത്, ഈ അമ്പലക്കടവിനെതിരെ തിരിഞ്ഞിട്ട് ആ പറഞ്ഞൊക്കെ വ്യാജമായിരുന്നു എന്നുള്ള പച്ചത്തെറി വിളിച്ചാണ് അടുക്കുക. സൽമാൻ മൗലവിക്കും അതുപോലെ പിന്നെ മറ്റേ MT അബൂബക്കർ ദാരിമിക്കെതിരെ പറഞ്ഞല്ലോ, ഇതേപോലെ ഒന്ന് അമ്പലക്കടവിനെതിരെയും പറഞ്ഞ് നടക്കി കുറച്ചു കാലം.